സ്വപ്നായിരുന്നു. എന്റെ നല്ല ജീവനങ്ങ് പോയി. ഈശ്വര, എന്റെ അലക്സിനൊന്നും വരുത്തല്ലേ. എന്നാലും ഞാനിതിപ്പോ എങ്ങനെയൊക്കെ സ്വപ്നം കണ്ടത്? ഇനിയിപ്പോ അവൻ പറഞ്ഞ അവന്റെ പ്രോബ്ലമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധം കാണോ? എനിക്ക് ടെൻഷൻ ആവാണല്ലോ. ഇനിയിപ്പോ അവന് ലാഭത്തും പറ്റി കാണോ? അങ്ങനെയൊന്നുമില്ല. ഈശ്വര, എന്റെ അലക്സിനൊന്നും വരുത്തല്ലേ. പിന്നെയും അതേ സ്വപ്നം കാണുവാണല്ലോ ദൈവമേ. ഇനിയിപ്പോ ശരിക്കും അലക്സിന് എന്തെങ്കിലും പറ്റി കാണൂ? ഞാനവനെ ഇത്രയും ദിവസം അവോയ്ഡ് ചെയ്തിട്ടും എന്താ എന്റെ മൈൻഡിൽ അവൻ തന്നെ കയറി വരുന്നേ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി അവനെ കാണാതെ എനിക്ക് ഉറക്കം തന്നെ കിട്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്താലോ, ക്ലാരെ വിളിച്ചിട്ട് ഇതൊക്കെ പറഞ്ഞാലോ? ഇതാരെ ഈ സമയത്ത് മനുഷ്യൻ ഉറങ്ങാനോ സമ്മതിക്കത്തില്ല. ലിയയോ? ഇവനെന്താ ഈ സമയത്ത്? ഹലോ. എന്താണ് ഈ നേരത്ത്? നിനക്ക് ഉറക്കമൊന്നുമില്ലേ? എടി, അത് പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടിട്ട് എണീറ്റതാ. സ്വപ്നോ? എന്ത് സ്വപ്നം? എടി, അത് പിന്നെ അലക്സിന് എന്തൊക്കെയോ സംഭവിച്ചിട്ട് അവൻ മരിച്ചു പോകുന്നതൊക്കെയാ സ്വപ്നം കണ്ടത്. എന്ത്? മരിച്ചു പോകുന്നതോ? ആടി, ഇപ്പൊ റിപ്പീറ്റായി രണ്ടാമത്തെ തവണയാ ഞാനിപ്പോ ഇങ്ങനെ സ്വപ്നം കാണുന്നത്. എനിക്കെന്തോ നല്ല പേടിയാവുന്നുണ്ടടി. അവന് വല്ലതും സംഭവിച്ചോ? അങ്ങനൊന്നുമില്ലടി. അവൻ എന്ത് സംഭവിക്കാനാ? ഇതൊക്കെ സ്വപ്നല്ലേ, അതിന്റെ വൈക്കങ്ങ് വിട്ടേര്. അല്ലടി, അങ്ങനല്ല. അവനെന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടെന്ന് അവനെന്നോട് പറഞ്ഞില്ലായിരുന്നോ? അതുമായിട്ട് എന്റെ ഈ സ്വപ്നത്തിന് എന്തെങ്കിലും ബന്ധം കാണോ? അവന് ആരിപ്പോ എന്തേലും ആപത്തിലായിരിക്കോ? എടി, എനിക്കാകെ ടെൻഷൻ ആവോ. എനിക്ക് ഇതാലോചിച്ചിട്ട് ഇനി ഉറക്കം തന്നെ കിട്ടില്ല. പെണ്ണെ, നീ ഒന്ന് കൂളായേ. നിന്റെ മൈൻഡിലെ മുഴുവൻ അലക്സ. ഫുൾ ടൈം നീ അവനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നേ. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നേ. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാവിലെ ക്ലാസ് ഉള്ളതാ, മറക്കണ്ട. ശരിയടി, എന്നാ ശരി, നാളെ കാണാം. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചിലപ്പോ ഇവള് പറയുന്നത് പോലെ എന്റെ മൈൻഡില് ഫുൾ അവനായത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത്. ബട്ട് എനിക്കെന്തോ നല്ല പേടിയാവുന്ന പോലെ. അവനെന്ത് പറ്റിയാ? ഇല്ല, എന്ത് പറ്റാനാ? നാളെ എനിക്ക് അവനെ കാണാലോ. നാളെ അവനെ കണ്ടാലേ എനിക്കൊരു സമാധാനാവും. സമയം 9 ആവാറായല്ലോ. എന്ത് അലക്സിന് വരാതെ? ഇനിയിപ്പോ അവന് വല്ല ആപത്തും? ഇല്ല, അങ്ങനൊന്നുമില്ല. കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നീ ഇതാരെ നോക്കുക? അലക്സിനെയാ? ആടി, ബെല്ലടിക്കാറായി. ഇനിയും അലക്സും ജാക്കും എത്തിയിട്ടില്ലല്ലോ. ചിലപ്പോ ബസ് കിട്ടിക്കാണില്ലടി, ഇപ്പൊ വരുമായിരിക്കും. ജാക്ക് വരുന്നുണ്ട്. അവന്റെ കൂടെ അലക്സിനെ കാണാനില്ലല്ലോ. നിക്കടി, ചിലപ്പോ പുറകെ വരുന്നുണ്ടാവും. ഇല്ലടി, അവനില്ല. ജാക്ക് ഒറ്റയ്ക്കേ ഉള്ളൂ. ആടി, ശരിയാ, ജാക്ക് ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്കെന്തോ നല്ല പേടിയാവുന്നുണ്ട്. ഇനി അവന് വല്ലോ? എടി, ചുമ്മാ തീർന്നേ. നിക്ക്, നമുക്ക് ജാക്കിനോട് തന്നെ ചോദിച്ചു നോക്കാം അലക്സിന്റെ ലീവാണോ. എന്താ ജാക്ക്? എന്താടി? അല്ലടാ, നീ ഒറ്റയ്ക്കാണോ? എവിടെ പോയി നിന്റെ ചങ്ക്? അവന്റെ കാര്യം പറയാതിരിക്കുന്നതാ ഭേദം. ആ തെണ്ടിയുടെയും കാത്ത് ഞാൻ രാവിലെ 8 മണി മുതൽ സ്റ്റോപ്പിൽ നിൽക്കാൻ തുടങ്ങിയതാ.
അവന്റെ പൊടി പോലും കണ്ടില്ല. പിന്നെ 9:30 ആവാറായപ്പോ ഞാനിങ്ങ് പോന്നു. അല്ല, അവൻ നിന്നെ വിളിക്കാറൊക്കെ ഇല്ലേ? അപ്പോ ഇന്ന് വരുന്നില്ലാന്നോ മറ്റോ പറഞ്ഞായിരുന്നോ? ഇല്ല, ഇന്നലെ നൈറ്റ് മുതലേ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വിളിച്ചിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതെന്ത് പറ്റിയതാ? അവനെന്തേലും വയ്യായോ മറ്റുണ്ടായിരുന്നോ? ഞാൻ ഇന്നലെ അവനെ സ്കൂളിൽ വിട്ടപ്പോ കണ്ടതാ, പിന്നെ കണ്ടില്ലായിരുന്നു. അപ്പൊ അവനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ആണോ? എന്നാ ശരി. അല്ല, എന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം? ഏയ് ഒന്നുമില്ല. നീ വരുമ്പോ നിന്റെ കൂടെ എപ്പോഴും അലക്സ് ഉണ്ടാവാറുണ്ടല്ലോ, അപ്പോ പെട്ടെന്ന് കാണാത്തോണ്ട് ചോദിച്ചതാ. ആണോടി ക്ലാരെ, ലിയ പറയുന്നത് വിശ്വസിക്കാവോ? ഇപ്പം നമുക്ക് അങ്ങനെ വിശ്വസിച്ചേക്കാം. എന്നാ ശരി, എനിക്ക് ബയോളജിന്റെ 2 റെക്കോർഡ് വരയ്ക്കാനുണ്ട്. എന്നാ ഞാൻ ക്ലാസ്സിലോട്ട് ചെല്ലട്ടെ. വേഗം ചെല്ല്, സെക്കൻഡ് പീരീഡ് ബയോളജിയാ. സെക്കൻഡ് പീരീഡ് ആണോ ബയോളജി? എടി, എനിക്ക് ഒരു റെക്കോർഡ് നീ വരച്ചു തരാവോ? ഒരേ ഒരു റെക്കോർഡ് പ്ലീസ്. അയ്യട മനമേ, തീപ്പെട്ടിക്കൊള്ളി കത്തുമ കാണാം. ഒന്ന് പോയടാ, എനിക്കെങ്ങും വയ്യ. എടി എന്തുവാടി, ഒരു ഹേർട്ട് മാത്രം വരച്ചെന്നാ മതി. ഞാൻ നിനക്ക് ഡയറി മിൽക്ക് മേടിച്ചു തരാടി പ്ലീസ്. ആണോ? ശരിക്കും മേടിച്ചു തരുമോ? ആടി ശരിക്കും മേടിച്ചു തരാം, നീ വരച്ചു തരുമോ? ഞാനൊന്ന് ആലോചിക്കട്ടെ, നീ ക്ലാസ്സിലോട്ട് ചെല്ല്. ഇതിലെന്താ ഇത്ര ആലോചിക്കാൻ മാത്രം? നീ എനിക്ക് വരച്ചു തന്നേ പറ്റൂ. ചെയ്തു തരാം, നീ ക്ലാസ്സിലോട്ടേക്ക് ചെല്ല്. എന്നാ ശരി, ഞാൻ ക്ലാസ്സിലുണ്ടാവും. അലക്സ് എന്താണ് വരാത്ത? ഞാൻ കണ്ട സ്വപ്നം. അയ്യേ പെണ്ണെ കരയാതെ, പിള്ളേരൊക്കെ നോക്കുന്നുണ്ടേ. ഞാൻ കണ്ട സ്വപ്നം അതാലേക്കുമ്പോ എനിക്ക് അതൊക്കെ ഒരു സ്വപ്നല്ലേടി. അതിന് റിയാലിറ്റിയിൽ എന്ത് ബന്ധം ഉണ്ടാവാനാ? നീ വെറുതെ ഓരോന്നാലോചിച്ചേ നിന്റെ ഹെൽത്ത് മോശമാക്കണ്ട. അവന്റെ ഫോണ് രാത്രി മുതലേ സ്വിച്ച് ഓഫ് ആണെന്ന് അലക്സ് പറഞ്ഞേ. അപ്പൊ അവൻ എന്തേലും പറ്റി കാണോ? അവനെന്തേലും പറ്റിയ അതെനിക്ക് സഹിക്കാൻ പറ്റില്ലടി. അതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. പൊട്ടി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? കരയാതിരിക്കേ. ഇത്രയും ദിവസം ഞാൻ അവരെന്തോരം അവോയ്ഡ് ചെയ്തതെന്ന് നിനക്കറിയോ? അവൻ എന്നോട് സംസാരിക്കാൻ വരുമ്പോഴേക്ക് ഞാൻ എന്തൊക്കെ അവനെ പറഞ്ഞതെന്ന് നിനക്കറിയോ? അവനതൊക്കെ എന്തോരം ഫീലായി കാണും. എനിക്കിപ്പോ ഈ നിമിഷം അവനെ കണ്ടേ പറ്റൂ, അല്ലാതെ ഞാൻ ക്ലാസ്സിലോട്ടേക്ക് തന്നെ വരത്തില്ല. ആണോ? അത്രക്ക് നിർബന്ധം കാണണോന്ന്? അലക്സ്, എന്താ ഇവിടെ നടക്കുന്നേ? നീ എന്താ ഇവിടെ? അത് പിന്നെ ഞാനിത് കണ്ടപ്പോ മനസ്സിലായി. അലക്സ്, താൻ കരയുവാണോ? എന്തിനാ താൻ കരയുന്നേ? കരയാതെ കാര്യം പറ. അത് പിന്നെ താനിങ്ങനെ കരയാതെ, താനെന്തിനെ കരയുന്നേ? കൂളാവ്. അലക്സ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഓക്കെ അല്ലേ? എനിക്കെന്താ, ഞാൻ ഓക്കെ ആണല്ലോ. എന്തു പറ്റി? അത് നിനക്ക് എന്തെങ്കിലും പറ്റിയ അതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല അലക്സ്. അതിനിപ്പോ എനിക്കൊന്നും പറ്റിയില്ലല്ലോ. കരയാതിരുന്നേ. നീ എന്താ കണ്ണു പൊട്ടത്താണോ? കണ്ണ് തുറന്ന് നോക്ക്. രണ്ടെണ്ണം അവിടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് നിക്കുവാ. മിണ്ടാതിരിക്കടി, ഞാനെല്ലാം കാണുന്നുണ്ട്. എന്റെ കണ്ണിന് വേറെ പ്രശ്നം എന്തിനാണാവോ എന്നൊക്കെ ചോദിച്ചേ? എന്ത്? ഒന്നുമില്ലേ. ഇതൊക്കെ കണ്ട് നിനക്ക് ഇവിടെ നിക്കാൻ പറ്റുന്നുണ്ടല്ലോ. സമ്മതിച്ചു നിന്നെ. നോ എവർ. ഇതൊക്കെ കണ്ട് ഞാൻ വെറുതെ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ ഇരി. വെറും ഡയലോഗ് മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ പറയുന്നതൊന്നും ഞാൻ കേൾക്കുന്നില്ല എന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട. ഈ സാൻഡ്രയ്ക്ക് വേറൊരു ഫേസും കൂടി ഉണ്ട്. അതൊക്കെ നീ കാണാൻ പോകുന്നതേ ഉള്ളൂ.
പിന്നെ ഇപ്പൊ എന്തായാലും ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോക്കിക്കോ കണ്ണ് തുറന്ന് നോക്കിക്കോ. അലക്സ്, നീ എന്താ ഇത്ര ലേറ്റ് ആയി? ഞാൻ എത്ര നേരമായിരുന്നറിയോ നിന്നെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത് പിന്നെ ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ഹോസ്പിറ്റലോ? അതിന് നിനക്കെന്താ പറ്റിയേ? താൻ ടെൻഷനൊന്നും വേണ്ട. എനിക്കല്ല, എന്റെ അങ്കിളിനാ. അങ്കിൾ ഒരു ഹേർട്ട് പേഷ്യന്റാ. അതുകൊണ്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോ ഞാൻ ഇന്നലെ നൈറ്റ് മുതൽ ഇപ്പോ ഈ സമയം വരെ അങ്കിളിന്റെ കൂടെ ആയിരുന്നു. ഓ, എന്നിട്ടിപ്പോ അങ്കിളിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഓക്കെയാ. ഇന്ന് വൈകിട്ട് ഡിസ്ചാർജ് ആവും. ആണോ? അല്ല, നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നേ? അതിന് താൻ എന്നെ വിളിച്ചില്ലല്ലോ. ഞാനല്ല, ജാക്ക് നിന്നെ കുറെ തവണ വിളിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒന്നും നീ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. അത് ജാക്കല്ലേ വിളിച്ചേ, അല്ലാതെ താൻ എന്നെ വിളിച്ചില്ലല്ലോ. അത് പിന്നെ ഞാൻ നിന്നോട് ഇത്രയും ദിവസം ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ. ഇത്രയും ദിവസം ഞാൻ നിന്നെ ഒത്തിരി അവോയ്ഡ് ചെയ്തതല്ലേ. അപ്പോ പെട്ടതിനാണെങ്ങനെയാ നിന്നെ വിളിക്കുക? എനിക്ക് തോന്നി. ഞാൻ ഹോസ്പിറ്റലായിരുന്നല്ലോ. ഞാനാണെങ്കിൽ ചാർജും ഫോണും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം വീട്ടിലായിരുന്നു. പിന്നെ എങ്ങനെയാ ഞാൻ കോൾ എടുക്കുന്നത്? അല്ല, താനെന്തിനാ എന്നെ കണ്ടപ്പോ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയേ? അത് പിന്നെ ഞാൻ ഇന്നലെ നിനക്ക് എന്തൊക്കെയോ സംഭവിക്കുന്ന സ്വപ്നം കണ്ടായിരുന്നു. അത് കണ്ടപ്പോ ഞാൻ വല്ലാതെ പേടിച്ചു പോയി. അതൊരു ചെറിയ സ്വപ്നല്ലേ? അതിനാണോ താൻ ഇത്രയും കരഞ്ഞേ? അല്ല, ഒരു തവണ സ്വപ്നം കണ്ടെങ്കിൽ എനിക്ക് പിന്നെ പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോ റിപ്പീറ്റായി ഞാൻ രണ്ടാമത്തെ തവണയാ ഇതേ സെയിം സ്വപ്നം കാണുന്നേ. അതും നീ പറഞ്ഞ കാര്യങ്ങളും നിന്നെ ഞാൻ ഒത്തിരി അവോയ്ഡ് ചെയ്തതൊക്കെ ആലോചിച്ചപ്പോ എനിക്ക് താൻ വെറുതെ എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവൊന്നും വേണ്ട. താനാദ്യം തന്റെ ഹെൽത്ത് ശ്രദ്ധിക്ക്. ഞാൻ ഓക്കെയാ, എനിക്കൊരു പ്രശ്നവുമില്ല. പിന്നെ സോറി. സോറിയോ? എന്തിന്? അത് പിന്നെ നീ എന്നോട് ഇത്രയും ദിവസം സംസാരിക്കാൻ വന്നപ്പോഴൊക്കെ ഞാൻ നിന്നെ ഒത്തിരി അവോയ്ഡ് ചെയ്തില്ലേ? അത് നിനക്ക് ഒത്തിരി ഫീൽ ആയി കാണുമെന്ന് എനിക്കറിയാം. എനിക്ക് ഫീൽ ഒന്നും ആയിട്ടില്ല. നല്ല സമാധാനം ഉണ്ടായിരുന്നു. ആണോ? ഞാൻ ചുമ്മാ വന്നതാടോ. ഒരു ദിവസം പോലും തന്റെ ശബ്ദവും തന്റെ ചിരിയും കാണാതെ എനിക്കെന്തോ ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഐ ലവ് യു സോ മച്ച്. ഇതാലിയ എനിക്ക് വേണ്ടത്. എപ്പോഴും തന്റെ ഈ ചിരിച്ച ഫേസ് കാണാനാ എനിക്കിഷ്ടം. പിന്നെ എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. താനൊന്ന് വരാവോ? അതിനെന്താ, എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. വാ. രണ്ടെണ്ണം സ്ഥലം വിട്ടല്ലോ. ആടാ, അവര് തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ക്ലിയർ ചെയ്യട്ടെ. എന്നിട്ട് അവരൊന്നിക്കണം. കാരണം അവക്ക് അവന് ഒത്തിരി ഇഷ്ടമാടാ. അവക്ക് അവനില്ലാതെ പറ്റുന്നില്ല. ആടി, അത് തന്നെയാ എന്റെ ആഗ്രഹം. രണ്ടെണ്ണത്തിനും പരസ്പരം ഒടുക്കത്തെ ഇഷ്ടാ. അവളെ പോലെ തന്നെ അവനും ഒരു സെക്കൻഡ് പോലും ഇപ്പോ അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അവളെ പറ്റി അവൻ എന്നോട് പറയാത്ത ഒരു ദിവസം പോലും ഇല്ലാന്നാ തോന്നുന്നത്. രണ്ടെണ്ണം എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് ഒന്ന് സോൾവ് ആയി സെറ്റായി കണ്ടാ മതിയായിരുന്നു. അവളെ കരച്ചില് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലടാ. സെറ്റ് ആവണം, ആയേ പറ്റൂ. അവനോട് ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം അവന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഓഹോ, പിന്നെ രണ്ടേയും ഒടുക്കത്തെ ആഗ്രഹമാണല്ലോ അവർ സെറ്റായി കാണാൻ. അവരെ രണ്ടെണ്ണത്തിനും ഒരുമിച്ച് ജീവിക്കാൻ ഈ സാൻഡ്ര അതിന് അനുവദിച്ചിട്ട് വേണ്ടേ? അവര് രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കാൻ അതിലൊരാളെ ജീവിച്ചിരിപ്പുണ്ടായിട്ട് വേണ്ടേ? ഈ സാൻഡ്രയുടെ കളി പഠിപ്പിക്കും ഈ സാൻഡ്ര. ലിയ, താൻ ഞാൻ കാരണം ഒരുപാട് വിഷമിച്ചല്ലേ? താൻ ഒരുപാട് കരഞ്ഞല്ലേ? അതൊന്നും സാരില്ല അലക്സ്. നിന്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടല്ലേ. നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രം മതി എനിക്ക്, വേറൊന്നും വേണ്ട. താൻ സങ്കടപ്പെടുന്നതിൽ ഞാൻ ഒട്ടും ഹാപ്പി അല്ല. അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും തന്നെ സങ്കടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. നീ എന്താ അലക്സ് പറഞ്ഞു വരുന്നേ? അതായത് ഞാനൊരു ഡിസിഷൻ എടുത്തു. എനിക്ക് എന്ത് സംഭവിച്ചാലും തന്നെ ഒരിക്കലും എന്റെ ലൈഫിൽ നിന്ന് ഞാൻ നഷ്ടപ്പെടുത്തില്ല. എന്റെ ജീവൻ കൊടുത്തിട്ടാണേലും തന്നെ ഞാൻ രക്ഷിച്ചിരിക്കും. പ്രോമിസ്.
ഇല്ല ഇല്ല അലക്സ്, നിനക്കും ഒന്നും സംഭവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഞാൻ എന്താപത്തിപ്പെട്ടാലും അവിടെ നീ ഓടിയെത്താറുണ്ട്. സോ അതുപോലെ തന്നെ നീ എന്താപത്തിപ്പെട്ടാലും ഞാൻ അവിടേക്ക് ഓടിയെത്തിയിരിക്കും. ഷുവർ. ഇല്ല ലിയ, അതൊന്നും തന്നെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. അലക്സ്, പറ്റും അലക്സ്, എന്നെ കൊണ്ട് പറ്റും. ഞാൻ നിന്നെ ഇപ്പൊ ഒരു ചെറിയ ആക്സിഡന്റ് നിന്ന് രക്ഷിച്ചില്ലേ, ഇതുപോലെ തന്നെ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാനും കൂടെ കാണും. പ്രോമിസ്. ഐ ലവ് യു ലിയ, ഐ ലവ് യു സോ മച്ച്. ഇപ്പെങ്കിലും ഞാനിത് തന്നോട് പറഞ്ഞില്ലേ, അതെന്റെ ലൈഫില് വലിയൊരു നഷ്ടമായി പോവും. എനിക്കെന്തോ ഇപ്പോ താൻ എന്റെ ലൈഫിൽ എന്റെ കൂടെ വേണമെന്നാ തോന്നുന്നേ. ചിലപ്പോ എന്റെ ലൈഫിലെ പ്രോബ്ലം എല്ലാം താൻ വന്നാ ശരിയാവുന്ന എനിക്ക് തോന്നുന്നേ. അതേടാ, ഞാൻ പറഞ്ഞതുപോലെ നിന്റെ എല്ലാ പ്രശ്നവും ഇവളെ കൊണ്ടായിരിക്കും തീരാൻ പോകുന്നേ. അതുകൊണ്ട് കൈവിട്ട് കളയല്ലേടാ. ഇല്ലടാ, ഇവളെ എന്റെ പെണ്ണാ, ഞാനങ്ങനെ വിട്ട് കളയോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താണ് പെണ്ണെ, ഇപ്പൊ ഹാപ്പി അല്ലേ നീ? പിന്നല്ല, ഡബിൾ ഹാപ്പി.